വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 2ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്. 1ാമത്തെ ചാപ്റ്റർ മിഡീവൽ ഇന്ത്യയെ കുറിച്ചായിരുന്നു, മധ്യകാല ഇന്ത്യ അല്ലേ. അതിന്റെ ഫുൾ നോട്ടും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. 1 വേർഡ് ക്വസ്റ്റ്യനും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കുറേ പേര് കണ്ടു, കമന്റ് ചെയ്യാൻ കണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കണം കേട്ടോ. 1ാമത്തെ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ, അതായത് മിഡീവൽ ഇന്ത്യയിലെ കൾച്ചറൽ മൂവ്മെന്റ് എങ്ങനെയാ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്നാണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ കേട്ടോ. അതായത് മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അപ്പം മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അവനവൻ്റെ നോട്ട് അങ്ങ് എഴുതിയെടുത്തോണം കേട്ടോ. ഇതിപ്പോൾ രണ്ടും എഴുതിയെടുത്താൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാവും. നിങ്ങളെ ഓരോ വാക്കുകളും എന്താണെന്നും എങ്ങനെയാണെന്നും കുഞ്ഞിലേ പഠിച്ചു പോകാൻ പറ്റും. മനസ്സിലായോ? അർത്ഥം അറിഞ്ഞ് ഒരു ഇപ്പോൾ ദ വേർഡ്സ് പെരുമാൾ, തിരുമൊഴി, തിരുമൊഴി വാസ് റിട്ടൺ ബൈ ഡാഷ് എന്ന് കൊടുത്തേക്കുക. അപ്പോൾ അത് നമുക്ക് എന്തുവാന്ന് അപ്പോൾ മലയാളം കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എഴുതി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 1ാമത്തെ നോക്കി കഴിഞ്ഞാൽ ദ വേർഡ്സ് പെരുമാൾ എന്നാണ് കേട്ടോ. PRUML പെരുമാൾ, തിരുമൊഴി മലയാളം അതിൻ്റെ താഴെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. വാസ് റിട്ടൺ ബൈ എന്നൊക്കെ കുലശേഖര ആൾവാർ. മലയാളത്തിൽ ആൾവാർ എന്നാണ് എഴുതുന്നത്, ഇംഗ്ലീഷ് AL ആയതുകൊണ്ട് ആൾവാർ എന്ന് അല്ലേ. ആൾവാർ എങ്ങനെയായാലും പഠിച്ചാൽ മതി. കുലശേഖര ആൾവാർ പേര് ഈ ഇംഗ്ലീഷും മലയാളത്തിൽ എഴുതിയോണ്ട് നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. ദ വേർഡ്സ് പെരുമാൾ, തിരുമൊഴി വാസ് റിട്ടൺ ബൈ. പെരുമാൾ തിരുമൊഴി എഴുതിയത് കുലശേഖര ആൾവാർ ആണ്. 1ാമത്തെ പഠിച്ചല്ലോ. 1 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കുഞ്ഞുങ്ങളെ, എന്താണ് ഈ ഭക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനം എന്നാൽ എന്ത്? മനസ്സിലാക്കണേ. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. എന്താണ് ഭക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനം എന്നാൽ എന്താണ്? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെന്റ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? Bhakti is the total submission of one's life to God. The ideas and activities that arise out of bhakti are known as ഭക്തി മൂവ്മെന്റ്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം അല്ലേ, നമ്മുടെ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് കുഞ്ഞുങ്ങളെ ഭക്തി എന്ന് പറയുന്നത് അല്ലേ. ഓരോ കുട്ടികൾക്കും ഓരോ ദൈവത്തോട് ഭയങ്കര ഇഷ്ടമല്ലേ. ചിലർ ശിവഭക്ത ഉണ്ടായിരിക്കും, വിഷ്ണു ഉണ്ടായിരിക്കും, യേശു ഉണ്ട്, മാതാവുണ്ട് അല്ലേ. ഓരോ സമുദായത്തിലും ഓരോ ദൈവത്തോട് കൂടുതൽ ഇഷ്ടമുള്ളവരൊക്കെ കാണത്തില്ലേ, ഇല്ലയോ? അപ്പോൾ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാക്കണേ. ദ ഐഡിയ ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് എറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെന്റ്. ഇംഗ്ലീഷ് ഞാൻ ഓരോ വാക്കും എടുത്ത് പറയുന്നുണ്ട്. 1ാമത്തെ ചാപ്റ്ററിൽ ഞാൻ ബാബറിന് പകരം അക്ബർ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ കണ്ടായിരുന്നു താഴെ, ഞാൻ അതുകൊണ്ട് പിൻ ചെയ്ത് വെച്ചായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് നിങ്ങൾ നോട്ടും കൂടെ നോക്കണം കേട്ടോ. ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെന്റ്. ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെട്ടത്. ഓക്കെ ആണോ? 2 മാർക്കിൻ്റെ. അടുത്ത അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ആണെന്നുള്ളത് ഈ ആഴ്വാന്മാരും നായനാർമാരും ആരായിരുന്നു എന്നുള്ളത്. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. എന്താ നിങ്ങളെ ആഴ്വാർമാർ, നിങ്ങൾ ആ പേരൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ കുറേ പേര് പഠിക്കാറുണ്ട്. ഞാൻ മലയാളം ആദ്യമേ അങ്ങ് എഴുതിയത് ആ പേരൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടിയാ. ആഴ്വാർമാരും നായനാർമാരും കേട്ടോ.
ആ പേര് നോക്കണേ കുഞ്ഞുങ്ങളെ. ആഴ്വാർമാരും നായനാർമാരും ആരായിരുന്നു? നമ്മൾ പറഞ്ഞു നമുക്ക് ഇഷ്ട ദൈവത്തെ അല്ലെ, ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് ജീവിതം സ്വയം സമർപ്പിക്കുന്നതാണ് ഭക്തി അല്ലേ. ദൈവത്തിന് നമ്മൾ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം സ്വയം സമർപ്പിക്കുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇഷ്ട ദൈവത്തോടുള്ള, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവം കാണുമല്ലോ, ആ ദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും ഒക്കെ രചിച്ചിരുന്ന ഭക്ത കവികള് ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. കേട്ടോണേ, നമ്മുടെ ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും നല്ല പാട്ടുകളിലെ കുഞ്ഞുങ്ങളെ, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, മുസ്ലിം ഭക്തിഗാനങ്ങൾ, ഹിന്ദുവിൻ്റെ ഭക്തിഗാനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്ത കവികൾ ദക്ഷിണ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. അങ്ങനെ ഈ വിഷ്ണുവിൻ്റെ ഭക്തരുണ്ടല്ലോ, ഈ വിഷ്ണു ഭക്തരെയാണ് ആഴ്വാർമാരെന്നും ശിവഭക്തരെ നായനാർമാർ എന്നും വിളിച്ചിരുന്നു. കേട്ടോ, നല്ലപോലെ പഠിക്കണേ. 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തില്. വിഷ്ണു ഭക്തരെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവഭക്തരെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അല്ലെ, ആഴ്വാർമാർ ഏതിൻ്റെ ഭക്തരായിരുന്നു, നായനാർമാർ ഏതിൻ്റെ ഭക്തരായിരുന്നു എന്ന് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം. ഓർത്തോടെ, വിഷ്ണു ആഴ്വാർമാരും ശിവന് നായനാർമാരുമാണ് കേട്ടോ. ഓക്കെ ആണല്ലോ 3 എണ്ണം. ഇനി ഞാൻ നമ്പർ നിങ്ങൾ നോക്കണ്ട, നമ്പരൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിരിക്കുക. നോക്കൂ നിങ്ങളെ, വാട്ട് ഈസ് ഭക്തി? നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ഈ ഭക്തി. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ചോദിച്ചാൽ എന്താ പറയും? വാട്ട് ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. അതായത് നമ്മുടെ ദൈവത്തിന് നമ്മൾ സമ്പൂർണ്ണമായിട്ട് ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത് കേട്ടോ. 1 മാർക്കിന് ചോദിക്കുമ്പോൾ ഇത്ര എഴുതിയാൽ മതി. എന്തെഴുതണം? ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. 1 മാർക്കിന് ചോദിച്ചാൽ അത് എഴുതിയാൽ മതി. എന്നാൽ വാട്ട് ഈസ് ഭക്തി മൂവ്മെന്റ് എന്ന് എഴുതിയാൽ ദ ഐഡിയ ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെന്റ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെട്ടത്. മുമ്പ് നമ്മൾ എഴുതിയതാ, അതുകൊണ്ട് അത് 1 മാർക്കിന് ചോദിച്ചാൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ് കേട്ടോ. വാട്ട് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ഭക്തി മൂവ്മെന്റ്? എന്താ നിങ്ങളിവിടെ ഭക്തി മൂവ്മെന്റിന്റെ ലീഡ് ടു ദ ഫോർമേഷൻ ഏതാണ്? സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റഡ് ബൈ എ കോൺസർവേറ്റീവ് അല്ലെ കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം. സോഷ്യൽ അതൊക്കെ നല്ലപോലെ നോക്കണം കേട്ടോ. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റഡ് ബൈ കൺസർവേറ്റീവ്, വായിക്കാൻ അറിയണേ, ഔട്ട്ലുക്ക് ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റഡ് കേട്ടോ. എന്താ ചോദ്യം ഓർത്തോണം. വാട്ട് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഏതാ ഭക്തി മൂവ്മെന്റ് കേട്ടോ. ഭക്തി മൂവ്മെന്റ് ഫോർമേഷൻ. അതുപോലെ ഡ്യൂറിങ് വിച്ച് സെഞ്ചുറീസ് ഡിഡ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് എക്സിസ്റ്റ് എന്നായിരുന്നു? ബിറ്റ്വീൻ 7th and 12th century. 7ാം നൂറ്റാണ്ടിൻ്റെയും 12ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലാണ് ഈ ഭക്തി മൂവ്മെന്റ് കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. 7th and 12th century കേട്ടോ. 7ാം നൂറ്റാണ്ടിൻ്റെയും 12ാം നൂറ്റാണ്ടിൻ്റെയും ബിറ്റ്വീനാണ്, ഇടയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. റൈറ്റിംഗ് നോക്കിയേ. അടുത്തത് റൈറ്റിംഗ് ഓഫ് അൽവാർസ് ആർ നോണസ്. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, എന്താ നിങ്ങളെ അൽവാർസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. അതായത് ഈ അൽവാർസ് ആഴ്വാർമാരുടെ രചനകൾ എന്ന് നമ്മൾ പറയും കേട്ടോ. റൈറ്റിംഗ് ഓഫ് അൽവാർസ് ആർ നോണസ്, അതിൻ്റെ മലയാളം താഴെ എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റിംഗ് ഓഫ് അൽവാർസ് ആർ നോണസ്. ഈ ആഴ്വാർമാർ, മലയാളത്തിൽ ആഴ്വാർമാർ എന്നാണ് പറയുന്നത്, രചനകൾ അറിയപ്പെട്ടിരുന്നത് 4000 ദിവ്യപ്രബന്ധം എന്നാണ്. ആ പേര് നോക്കിയോ നിങ്ങളെ, 4000 ദിവ്യ പ്രബന്ധം. അതിൻ്റെ താഴെ മലയാളം കിടപ്പുണ്ട് കേട്ടോ. ആഴ്വാർമാരുടെ രചനകള്, റൈറ്റിംഗ് ഓഫ് ആൽവാർസ്. ആഴ്വാർസ് എന്ന സ്പെല്ലിങ് നല്ലപോലെ നോക്കിക്കോണേ. ഞാനിപ്പോൾ ഒത്തിരിയും വട്ടം പറഞ്ഞു ഇംഗ്ലീഷും മലയാളവും കേട്ടോ. റൈറ്റിംഗ് ഓഫ് നയനാർസ് ആർ നോണസ്. ഇനി നയനാർമാരുടെ രചനകളെ എന്ത് പറയുന്നു? തിരുമുറൈകൾ. എന്താണ്? തിരുമുറൈകൾ. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു വിഷ്ണു ഭക്തരെയാണ് ആഴ്വാർമാർ എന്ന് പറയുന്നത്, ശിവഭക്തരെയാണ് നായനാർമാർ എന്നും പറയുന്നത്. ഈ നായനാർമാരുടെ രചനകളെ തിരുമുറൈകളെന്നും ആഴ്വാർമാരുടെ രചനകളെ 4000 ദിവ്യപ്രബന്ധം എന്നും അറിയപ്പെട്ടു. എല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ പഠിച്ചു പോകണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ.
അടുത്തത് ഹൂ വേർ ദ ഡിവോഷണൽ പോയറ്റ്സ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്. ചോദ്യം കണ്ടോ നിങ്ങളെ? ഹൂ വേർ ദ ഡിവോഷണൽ പോയറ്റ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്. നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയാണെന്നാണ് ഇനി അറിയേണ്ടത്. കവികളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ സൗത്ത് ഇന്ത്യയിൽ നല്ല കവികളൊക്കെ ഉണ്ട്. പിന്നെ അതാത് മതത്തിൻ്റെയൊക്കെ പാട്ട് പാടുന്ന നല്ല പാട്ടുകാരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവരുടെയൊക്കെ ഒരു പേരെഴുതാനാണ് കേട്ടോ. അൽവാർസ് ഡിവോട്ട്സ് ഓഫ് വിഷ്ണു ഭക്തർ തന്നെയാണല്ലോ അഴ്വാർമാർ എന്ന് പറയുന്നത് അല്ലേ? അതൊക്കെ ഏതൊക്കെയാണെന്നുകൊണ്ട് താഴെ തന്നിരിക്കുന്നു. അതുപോലെ നയനാർസ് ഡിവോട്ട്സ് ഓഫ് ശിവഭക്തർ ഏതൊക്കെയാണെന്നും അവരുടെയൊക്കെ പ്രധാന കവികൾ ഏതൊക്കെയാണെന്നുമാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ എഴുതിയെടുക്കണം. മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. കുലശേഖര ആഴ്വാർ കണ്ടല്ലോ. പിന്നെ പെരിയാഴ്വാർ, മലയാളം ഉണ്ട്, വായിക്കാൻ എളുപ്പമാണ്. പെരിയാഴ്വാർ. അടുത്തത് നമ്മാഴ്വാർ ആണ്ടാള്. നല്ല എല്ലാ ഇറും ഒക്കെ അല്ലേ? എന്താണ്? കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാള് കേട്ടോ. ഇതൊക്കെ വിഷ്ണു ഭക്തരാണ്. ഇതിലെ കവികളാണ് ഇതൊക്കെ. ഇനി നായനാർസിന്റെ നോക്കിയോ നിങ്ങൾ? ഏതൊക്കെ? കാരക്കൽ അമ്മയാർ, അതുപോലെ തന്നെ അപ്പർ സമ്പന്തർ സ്പെല്ലിംഗ് നോക്കിക്കോണേ. സുന്ദരൻ. അടുത്തത് മാണിക്യ വാസകർ. ഇംഗ്ലീഷ് മലയാളം എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് അത് എളുപ്പം വായിച്ച് പഠിക്കാൻ പറ്റും. നമ്മൾ പഠിച്ചത് ഹൂ വേർ ദ ഡിവോഷണൽ പോയറ്റ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിലെ ദക്ഷിണ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ പ്രധാന കവികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ഭക്തരിൽ 4 പേരുടെ പേര് പഠിച്ചു, ശിവഭക്തരിലും 4-5 പേരുടെ പേരും പഠിച്ചു. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, പരീക്ഷയ്ക്ക് ഫില്ലപ്പിനും മാച്ച് ദ ഫോളോയിങ്ങിനും ഒക്കെ ചോദിക്കാം. സമ്പന്തർ, സുന്ദരന്, മാണിക്യവാസന്, അപ്പർ, കാരക്കൽ അമ്മയാർ, ഇതൊക്കെ ആരാണ്? ശിവഭക്തരാണ് കേട്ടോ. ശിവഭക്തരുടെ സോങ്സ്, അതായത് പ്രധാന കവികൾ. ഇനി അടുത്തത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്. ഇത് 4 മാർക്കിൻ്റെയൊക്കെ ചോദ്യമാണ്. നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഉറപ്പായിട്ട് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളെ. ദക്ഷിണ ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്. ഓക്കെ, അതിൻ്റെ മലയാളം ഉണ്ട്. കോമ്പോസിഷൻസ് ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ. ഓക്കെ, വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങളുടെ രചനയും, ഭക്തിഗാനങ്ങളെ കുറിച്ചല്ലേ അവരൊക്കെ കുറെ കവികളുടെ പേര് നമ്മൾ പഠിച്ചു. ഈ ഭക്തിഗാനങ്ങളുടെ രചനയും ആലാപനവും. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷത വെച്ച് കഴിഞ്ഞാൽ കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങളുടെ രചനയും ആലാപനവും. 1. 2. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. അടുത്തത് ഡീപ്പ് ഡിവോഷൻ ടു ദ ബിലൗഡ് ഡൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവത്തോടുള്ള അഗാധമായ ഭക്തി. നമുക്കിഷ്ടപ്പെട്ട ദൈവത്തോട് നമുക്കുള്ള ഒരു അഗാധമായ ഭക്തി. അടുത്തത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം. ഏറ്റവും എളുപ്പമുള്ള 4 പോയിന്റാണ് എഴുതി വെച്ചേക്കുന്നത്. ചെറുത് നോക്കി 4 പോയിന്റാവും ഞങ്ങളെ. ഉള്ളതിൽ ചെറുതും വായിക്കാൻ നമുക്ക് എളുപ്പം പറ്റുന്നതൊക്കെ ആയ പോയിന്റാണ് എഴുതിയേക്കുന്നത്. കോമ്പോസിഷൻസ് ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങളുടെ രചനയും ആലാപനവും. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും അല്ലയോ, വായിക്കാൻ പറ്റുമല്ലോ. ഡീപ്പ് ഡിവോഷൻ ടു ദ ബിലൗഡ് ഡൈറ്റി. പ്രിയപ്പെട്ട ദൈവത്തോടുള്ള അഗാധമായ ഭക്തി. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം. ഓക്കെ ആണോ? എഴുതിയെടുക്കാൻ പറ്റുമല്ലോ. അടുത്ത
എന്താവും നിങ്ങളെ ഈ അനുഭവ മണ്ഡപം നിങ്ങളുടെ ടെസ്റ്റ് നല്ലപോലെ വായിച്ച് പഠിക്കണേ. ടെസ്റ്റൊക്കെ വായിച്ച് നമ്മൾ ഇത് പുസ്തകം മാറിയപ്പോൾ വായിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നോട്ടൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാൻ ഇതിനകത്ത് എഴുതിയേക്കുന്നത് കേട്ടോ. എന്താണ് അനുഭവ മണ്ഡപം? നിങ്ങളുടെ ടെസ്റ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയക്കാർ. അതിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടിയാവും നിങ്ങളെ ഞാനിതൊന്ന് മലയാളത്തിൽ എഴുതിയിട്ടത്. നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. അനുഭവ മണ്ഡപം എന്നെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഒന്നും നോക്കണേ. 12-ാം നൂറ്റാണ്ടിൽ ഏതാ 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ, ഇനി നമ്മൾ പഠിക്കുന്ന പുതിയൊരാളുടെ പേരാണ് ബസവണ്ണ. ഈ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയാണ് അനുഭവ മണ്ഡപം. ഇതാ 12-ാം ചോക്കുപടിയിൽ അലർജി വല്ലാതുണ്ടോ നിങ്ങളെ? ചോക്കെടുത്താ ഉണ്ടല്ലോ പിന്നെ എത്ര അലർജി ഗുളി കഴിച്ചാലും മാറുന്നില്ല കേട്ടോ. അലർജി ഒരു വല്ലാത്ത ഒരു പ്രശ്നമായിട്ട് എന്തെങ്കിലും. അതാണ് ഈ കൊച്ചു പിള്ളേരുടെ കൂട്ടിരുന്ന് ചീറ്റുന്നത്. 12-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയാണ് അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപം എന്താണ്, ആര് സ്ഥാപിച്ചതാണെന്ന് ഒരു മാറിന് ചോദിക്കുക കുഞ്ഞുങ്ങളെ. ബസവണ്ണയാണ് കേട്ടോ. അനുഭവ മണ്ഡപം ആരാണ് സ്ഥാപിച്ചത്? ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയാണ് അനുഭവ മണ്ഡപം. ഈ അല്ലമ്മ പ്രഭു ആരൊക്കെയാന്ന് നോക്കിയേ. അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി എന്നിവർ ഈ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഇതിലെ ഓരോ പോയിന്റും ഓരോ മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഇപ്പൊ ഈ അനുഭവ മണ്ഡപത്തിൽ ഏതൊക്കെ ആൾക്കാരാണ് നേതൃത്വം കൊടുത്തതെന്ന് ചോദിക്കാം. ആരൊക്കെയാ? അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയുമാണ്. ഇത് ഏത് നൂറ്റാണ്ടിലാണ്? 12-ാം നൂറ്റാണ്ടിലാണ്. ഇത് ആരാണ് ഇത് സ്ഥാപിച്ചത്? ബസവണ്ണയാണ് സ്ഥാപിച്ചത്. ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയുടെ പേരെന്താണ്? അനുഭവ മണ്ഡപം. മനസ്സിലായോ? ഏത് രീതി വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ഇനി ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. നിങ്ങളെ ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് നമ്മുടെ ബസവണ്ണ സ്ഥാപിച്ച ഈ അനുഭവ മണ്ഡപത്തിൽ കേട്ടോ. ഏത് ആൾക്കാർക്കും വന്ന് എന്തിനെക്കുറിച്ചും ഇവിടെ വന്ന് സംസാരിക്കാം എന്നുള്ള ഇതായിരുന്നു. എന്നാൽ ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. എന്തിനൊക്കെയാ? ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ എന്ത് ചെയ്തത്? ഈ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. ഇതിനകത്തിലെ ഓരോ പോയിന്റും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എല്ലാം ഒരു മാർക്കിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. വൺ വേർഡിനായിട്ട് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല. ഇതിൽ തന്നെ നമുക്ക് പറയാം എന്താണ്. 12-ാം നൂറ്റാണ്ടിലാണ് അനുഭവ മണ്ഡപം സ്ഥാപിച്ചത്. ബസവണ്ണയാണ് ഇത് സ്ഥാപിച്ചത്. അദ്ദേഹം ഈ ചർച്ചാവേദിയെ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ അനുഭവ മണ്ഡപമാണ്. ഇതിനകത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയുമാണ് ഈ ചർച്ചകളിൽ നേതൃത്വം നൽകിയിരുന്നത്. ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവർക്കും ഈ ചർച്ചകളിൽ പങ്കെടുക്കാമെന്ന് ഉണ്ടായിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ എപ്പോഴും ഇവിടെ പങ്കെടുക്കാൻ വന്നിരുന്നത്. പിന്നെയോ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ, അത് ഓർത്തോടെ കുഞ്ഞുങ്ങളെ, അനുഭവ മണ്ഡപത്തില് ചർച്ചയിൽ ഉയർന്നു വന്ന ആ ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിലാണ് ജനങ്ങളിലേക്ക് പകർന്നു നൽകിയത്. ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. വചനങ്ങൾ. ഓക്കെ ആണല്ലോ അത്രയും. അടുത്ത philosopher, social reformer and poet who lived in Kannada Desha in the 12th century. Philanthropist എന്നാണ് കേട്ടോ. Philanthropist. അതായത് 12-ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന ഫിലോസഫർ എന്ന് വെച്ചാൽ തത്വചിന്തകന്, സോഷ്യൽ റിഫോർമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ പരിഷ്കർത്താവുമായ കവി ആരായിരുന്നു ചോദിച്ചാൽ ബസവണ്ണയാണ്. നമ്മുടെ ബസവണ്ണയല്ലേ അനുഭവ മണ്ഡപം സ്ഥാപിച്ചത്. അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12-ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ബസവണ്ണ. ആരാണ് ബസവണ്ണ എന്ന് ചോദിച്ചാൽ എഴുതാം അല്ലെ. നെയിം ഓഫ് ദ മൂവ്മെന്റ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ. ഈ ബസവണ്ണ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണത്തിന്റെ പേര് ചോദിക്കും. മറ്റേതേതാ? അദ്ദേഹം ആത്മീയ ചർച്ചാവേദിയുടെ പേരാണ് അനുഭവ മണ്ഡപം.
അത് തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയുടെ പേരാണ് അനുഭവ മണ്ഡപം. പക്ഷെ ഇത് നോക്കിയേ, ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പേര് വീരശൈവ പ്രസ്ഥാനം എന്നാണ്. അപ്പൊ അദ്ദേഹം എന്തൊക്കെ സ്ഥാപിച്ചെന്ന് നോക്കിയേ, ആത്മീയ ചർച്ചാവേദി സ്ഥാപിച്ചു, അതാണ് അനുഭവ മണ്ഡപം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം നടത്തി, അതാണ് വീരശൈവ മൂവ്മെന്റ്, വീരശൈവ പ്രസ്ഥാനം. കേട്ടോ, അത് വൺ വേർഡിന് തിരിച്ചും മറിച്ചും ചോദിക്കും, എന്തൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഞാൻ എടുത്തു പറയാണ്, തിരിച്ചും ആത്മീയ ചർച്ചാവേദി അനുഭവ മണ്ഡപവുമാണ്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനവുമാണ്. കേട്ടോ, തിരിഞ്ഞു പോകരുത്. ആരുടെയാണ്? ബസവണ്ണയുടെ. ഇനി അടുത്ത, വാട്ട് ആർ ദ മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് ദ വീരശൈവ മൂവ്മെന്റ്? നമ്മൾ വീരശൈവ പ്രസ്ഥാനം ബസവണ്ണ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഈ വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഇതുകൊണ്ട് അദ്ദേഹം ഇത് കൊണ്ടുവന്നു അല്ലേ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഒരെണ്ണം കൊണ്ടുവന്നു, വീരശൈവ പ്രസ്ഥാനം എന്ന് പറഞ്ഞു. എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ നോക്കിയേ. ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ് ദ ഒതന്റിസിറ്റി ഓഫ് ദ വേദാസ് വേർ ക്വസ്റ്റ്യൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. അദ്ദേഹം ഇതിനകത്തില് വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ബ്രാഹ്മണ മേധാവിത്വം അല്ലെ, ബ്രാഹ്മണ മേധാവിത്വത്തെയും അതുപോലെ വേദങ്ങളുടെ പ്രാമാണികതയെയും അദ്ദേഹം ചോദ്യം ചെയ്തു അല്ലെ. പീപ്പിൾ വെയർ എഡ്യൂക്കേറ്റഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ്. പീപ്പിൾ വെയർ എഡ്യൂക്കേറ്റഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ്. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആരാന്ന് ഓർത്തോണേ, ബസവണ്ണയാണ്. ബസവണ്ണ ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. എന്തിലൂടെയാ? വീരശൈവ പ്രസ്ഥാനത്തിലൂടെ അല്ലേ. ഇനി മൊണോത്തിസം, പേരോർത്തോടെ, മൊണോത്തിസം വാസ് എൻകറേജ്ഡ്. മൊണോത്തിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസം, ഒറ്റ ദൈവത്തെ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി കേട്ടോ. അങ്ങനെ 50 അങ്ങനെ ഇതിലൊന്നും നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അങ്ങ് വിശ്വസിക്കുക അല്ലേ. അതിൽ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു, 50 ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകാതെ ഏതെങ്കിലും ഒരെണ്ണം. മൊണോത്തിസം എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസം, ഒറ്റ ദൈവത്തെ മാത്രം വിശ്വസിക്കുക. അതിൽ അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. പിന്നെ കൺവിൻസ്ഡ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാരേജ്. നോക്കണേ നിങ്ങളെ, ശൈശവ വിവാഹത്തെ അദ്ദേഹം എതിർക്കുകയും പ്രായപൂർത്തിയായിട്ട് കല്യാണം കഴിച്ചാൽ മതി, അതുപോലെ വിധവകൾക്ക് പുനർവിവാഹം കൊടുക്കുക എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കുട്ടികൾ ശൈശവ വിവാഹം ഉണ്ടായിരുന്നു പണ്ടില്ലേ, ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ ഇല്ലയോ എന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെയൊക്കെ. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തിയായിട്ട് കല്യാണം കഴിച്ചാൽ മതി, വിധവകളെയൊക്കെ എന്താണ്, ഭർത്താവ് മരിക്കുന്നവരെയാണ് ഈ വിധവകൾ എന്ന് പറയുന്നത്, ആ വിധവകളെ വീണ്ടും ഒന്നുകൂടി കല്യാണം കഴിപ്പിക്കുക കേട്ടോ, വിധവ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 5 ചെറിയ പോയിന്റുകളാണ് എഴുതിയേക്കുന്നത്. ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണം. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ മലയാളവും നമ്മൾ പറഞ്ഞു, ഇംഗ്ലീഷും നമ്മൾ പറഞ്ഞു. 5 പോയിന്റും നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. മൊണോത്തിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസം എന്നാണ് കേട്ടോ. അതൊക്കെ പഠിച്ചോണേ. ഓക്കെ, അടുത്ത ചോദ്യം. ഭക്തി മൂവ്മെന്റ് പ്രൊപ്പഗേറ്റർ ഹു ലിവ്ഡ് ഇൻ നോർത്തേൺ ഇന്ത്യ പ്രസന്റ് ഡേ, അത് ഉത്തർപ്രദേശ് ഇൻ ദ 15th century. നമ്മുടെ ഈ ഭക്തി മൂവ്മെന്റിന്റെ പ്രൊപ്പഗേറ്റർ ഹു ലിവ്ഡ് ഇൻ നോർത്തേൺ ഇന്ത്യ ആരാവും നിങ്ങളെ? ഭക്തി മൂവ്മെന്റ് കബീറിന്റെ കാര്യം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ കബീറിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ. അടുത്ത, ഹൗ ഡിഡ് കബീർ സ്പ്രെഡ് ഹിസ് ഐഡിയ? കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഏത് കീർത്തനങ്ങളിലൂടെയാണ് കുഞ്ഞുങ്ങളെ? അത് ഞാൻ മലയാളം എഴുതിയില്ല അല്ലേ. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദോഹാസ് എന്നാണ് കേട്ടോ. ദോഹാസ്, ദോഹാസ്. ചോദ്യം കണ്ടോ? കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഡാഷ് എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെയാണ്. ഏതാണ്? ദോഹാസ്. ഹൗ ഡിഡ് കബീർ സ്പ്രെഡ് ഹിസ് ഐഡിയ? ത്രൂ സച്ച് ഹൈംസ് നോൺ ആസ് ദോഹാസ്. ദോഹാസ് എന്നൊരു വാക്ക് പഠിച്ചാൽ മതി കേട്ടോ. അടുത്തത്,
റൈറ്റ്. കബീർ ഐഡിയ. അടുത്ത കബീറിന്റെ ഐഡിയൽ. നമ്മൾ ബസവണ്ണയെ കുറിച്ച് പഠിച്ചു. ഓരോന്ന് ഓർത്ത് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. ആദ്യം നമ്മൾ ഭക്തിയെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചും പിന്നെ ആഴ്വാർമാരെ കുറിച്ചും നായനാർമാരെ കുറിച്ചും പഠിച്ചു. ഭക്തി പ്രസ്ഥാനം നല്ലപോലെ അറിഞ്ഞിരിക്കണം. പിന്നെ വിഷ്ണു ഭക്തരുണ്ട്, ശിവഭക്തരുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. അനുഭവ മണ്ഡപത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലെ. ബസവണ്ണയുടെ വീരശൈവ പ്രസ്ഥാനത്തെ കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ കബീറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ആരെ കുറിച്ച്? കബീർ. നമ്മുടെ കബീറിൻ്റെ ഐഡിയാസ്, ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കബീർ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ഇൻ പ്രൊമോട്ടിങ് ഇക്വാളിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ. അതാണ് ചോദ്യം കേട്ടോ. 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒക്കെ ഒരു ചോദ്യമാണ്. കബീറിൻ്റെ ഐഡിയകൾ എന്തെല്ലാമാണ് നോക്കിയേ. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിംസ് യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. He argued that caste system, untouchability, religious rituals, post-death rites, ഐഡിയൽ വർഷിപ്പ് എക്സെട്ര വേർ മീനിങ്ലെസ്. അതായത് കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി അദ്ദേഹം നിലനിന്നിരുന്നു. ഇതൊക്കെയാണ് ഹിന്ദു മുസ്ലിം. കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു. പിന്നെയോ ഹി ആർഗ്യൂഡ്. അദ്ദേഹം ഇവിടെ ആർഗ്യൂഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥയുണ്ടല്ലോ, ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ. അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ. അതുപോലെ തന്നെ റിലീജിയസ് റിച്വൽസ് എന്ന് വെച്ചാൽ മതപരമായ ആചാരങ്ങൾ. പോസ്റ്റ് ഡെത്ത് റൈസ്, ഇവിടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. മരണം കഴിഞ്ഞ് കിടക്കുന്ന സഞ്ചേന്യം, പിന്നെന്താ 16, അങ്ങനെയൊക്കെ കുറേ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ അത്. പിന്നെന്താ ഐഡിയൽ വർഷിപ്പുകൾ, പിന്നെ വിഗ്രഹാരാധന, വിഗ്രഹങ്ങളെയൊക്കെ ഓരോ വിഗ്രഹങ്ങളെ ആരാധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മുതലായവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെയൊക്കെ എന്ത് ചെയ്തു? ആർഗ്യൂഡ് ദാറ്റ്. ഇതിനെയൊക്കെ വിമർശിച്ചു അല്ലേ. ഇത് ഇങ്ങനെയുള്ള വേണ്ട എന്ന് അവര് പറഞ്ഞു. ഹി റിജക്റ്റഡ് റിലീജിയസ് ട്രഡീഷൻ കംപ്ലീറ്റ്ലി. എല്ലാം എന്ത് ചെയ്തു? അദ്ദേഹം റിജക്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തു. ഹി ആൾസോ ഇഗ്നോർഡ് ദ എക്സ്റ്റേണൽ റിച്വൽസ് ഓഫ് റിലീജിയസ്. പിന്നെ ഹി ബിലീവ്ഡ് ഇൻ ഫോംലെസ് ഗോഡ്, പ്രൊപ്പഗേറ്റഡ് ഭക്തി ആസ് എ മീൻസ് ഓഫ് സാൽവേഷൻ. കബീർ മെയ്ഡ് പീപ്പിൾ തിങ്ക് എഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ്. അതായത് ഇത്രേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ മണ്ണിൽ നിർമ്മിച്ച 2 പാത്രങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത് ഒരേ മണ്ണിൽ നിർമ്മിച്ച 2 പാത്രങ്ങളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിന്നെ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, മതപരമായ ആചാരങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ, പിന്നെ വിഗ്രഹാരാധന മുതലായവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. അതായത് മലയാളം ഉണ്ടായിരുന്നു അല്ലേ. നോക്കിയേ, വാദിച്ചു. ജാതി, മതം, വംശം, പൈതൃകം, സമ്പത്ത് തുടങ്ങിയ എല്ലാത്തരം വിവേചനങ്ങളും കബീർ വിമർശിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ എല്ലാം നമ്മുടെ കബീർ വിമർശിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തിൽ ഇഷ്ടമുള്ള, ഞാൻ ഇതിനകത്തിലാണ്ട് ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് അതിനകത്തിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 5 പോയിന്റ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരെടുത്ത് പറഞ്ഞതാണ്. ഇതിനകത്തിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഒരു 5 പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. മലയാളം മീഡിയക്കാർക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, പഠിച്ചു. വേർ വാസ് ഗുരു നാനാക്ക്. അടുത്ത പഠിക്കാൻ പോകുന്ന ആളുടെ പേരാണ് ഗുരു നാനാക്ക്. ഗുരു നാനാക്ക് വാസ് ബോൺ ഇൻ 15th century ഇൻ ദ വില്ലേജ് ഓഫ് തൽവാസ്. പേരൊക്കെ നോക്കിയ കുഞ്ഞുങ്ങളെ, തൽവണ്ടി എന്നാട്ടോ. TALWANDA. തൽവണ്ടിന്ന് എവിടെ നോക്കിയാൽ ഷേഖ്പുര, പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടിയിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. ഇങ്ങനെയുണ്ട് വെറൈറ്റി പേരൊക്കെ ഇല്ലയോ. ഇങ്ങനെ ഇവിടെ പഞ്ചാബിലെ ഷേഖ്പുരയിലെ താൽവണ്ടിയിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. ആ പേരും സ്ഥലമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത, വാട്ട് ആർ ദ മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ഗുരു നാനാക്ക് ടു സ്പ്രെഡ് ദ ഐഡിയ. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഈ ചാപ്റ്ററിൽ കുറേ പേർക്ക് കുറേ ഐഡിയ ഉണ്ട്. നമ്മുടെ ഐഡിയ എന്തുവാ അല്ലേ? കുറേ പേരുടെ ഐഡിയകളും, കബീറിൻ്റെ ഐഡിയ, ബസവണ്ണയുടെ അല്ലേ, ബസവണ്ണയെക്കുറിച്ചും കബീറിനെ കുറിച്ചും. അടുത്ത ആൾ വന്നേക്കുക ഗുരു നാനാക്കിൻ്റെ ഐഡിയാസ്, റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. നോക്കൂ നിങ്ങളെ,
നിങ്ങളുടെ ടെസ്റ്റിൽ ഇത് ഓൾറെഡി ഉണ്ട്, എന്നാലും ഞാനൊന്ന് പറയാം. ഗുരു നാനാക്ക് അറ്റംപ്റ്റഡ് ടു ഹാർമോണൈസ് ദ ഐഡിയ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് അല്ലേ, റിലീജിയൻസ്. അതുപോലെ ഗുരു നാനാക്ക് വാസ് എഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. വായിക്കാൻ പറ്റണ്ടേ കുഞ്ഞുങ്ങളെ, അത് ഞാൻ എടുത്ത് പറയാം. ഞാൻ ഇങ്ങനെ ഓരോ വാക്കും എടുത്തെടുത്ത് പറയുന്നത്. ഗുരു നാനാക്ക് അറ്റംപ്റ്റഡ് ടു ഹാർമണൈസ് ദ ഐഡിയ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ്. ഗുരു നാനാക്ക് വാസ് എഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. He attempted to propagate the message of one God. He promoted the ideals of equality, brotherhood, love, goodness, and religious tolerance. Caste discrimination, ഐഡിയോളട്രി, പിൽഗ്രിമേറ്റ്സ് എക്സെട്ര വെയർ റിജക്റ്റഡ് ബൈ ഹിം. ഇതും 5 പോയിന്റ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗുരു നാനാക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനുള്ള കേട്ടോ. ഗുരു നാനാക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് കൃഷ്ണഭക്ത എ രാജ്പുട്ട് പ്രിൻസസ് ഹൂ ലിവ്ഡ് ഇൻ ചിറ്റൂർ രാജസ്ഥാൻ. നോക്കിയോ നിങ്ങളെ, രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയാണ് മീരാബായി. കൃഷ്ണഭക്തയാണ് കേട്ടോ. കൃഷ്ണഭക്ത എ രാജ്പുട്ട് പ്രിൻസസ് ഹൂ ലിവ്ഡ് ഇൻ ആ പേര് നോക്കിയ ചിത്തോർ എന്ന് നമ്മൾ പറഞ്ഞ THO വരും, പക്ഷെ ചിറ്റൂർ രാജസ്ഥാൻ അല്ലേ ഇംഗ്ലീഷിൽ. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. അപ്പം അടുത്ത നമ്മൾ ഇനി മീരാബായിയുടെ ഗുരു നാനാക്കിനെ കുറിച്ച് പഠിച്ചു, ബസവണ്ണയെ കുറിച്ച് കുറച്ച് പഠിച്ചു, കബീറിനെ കുറിച്ച് ഓർത്ത് വെച്ചേക്കണേ. അടുത്തത് ഡിവോട്ടി ദ പോയറ്റസ് ഹൂ വെയർ ഫേമസ് ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവിയത്രിമാരായിരുന്നു കാരക്കൽ അമ്മയാൾ, അതുപോലെ ആണ്ടാൾ ഇവരൊക്കെ ആരായിരുന്നു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ. ആരൊക്കെയായിരുന്നു? കാരക്കൽ അമ്മാനും ആണ്ടാളും ഒക്കെ ആരായിരുന്നു മുമ്പ് പറഞ്ഞല്ലേ? ഏതാ? വിഷ്ണുവിൻ്റെ ശിവഭക്തരുടെയാ അല്ലേ. ഈ ആണ്ടാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷ്ണു ഭക്തയുമാണ്, കാരക്കലമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശിവഭക്തയാണ്. അപ്പം ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിലെ പ്രശസ്തരായ ഭക്ത കവിയത്രിമാരായിരുന്നു. ഓർത്ത് വെച്ചേക്കണേ, തമിഴ്നാട്ടിലെ പ്രശസ്തരായ ഭക്ത കവിയത്രിമാരായിരുന്നു കാരക്കൽ അമ്മയാർ. അവരെന്താണ്? ശിവഭക്തിയായിരുന്നു, പക്ഷെ ആണ്ടാള് വിഷ്ണു ഭക്തിയായിരുന്നു. നമ്മൾ ആദ്യമേ പഠിച്ചതാണ് അല്ലേ. ഇനി ഹൂ ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് വീരശൈവ മൂവ്മെന്റ്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ ആരായിരുന്നു എന്ന് ചോദിക്കും. വീരശൈവ പ്രസ്ഥാനം കൊണ്ടുവന്നത് ബസവണ്ണയാണ് അല്ലേ. ബസവണ്ണയാണ് അതിന്, പക്ഷെ അതിലെ പ്രമുഖയായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അക്ക മഹാദേവിയാണ് കേട്ടോ. അക്ക മഹാദേവി. തിരിഞ്ഞു പോവല്ലേ കുഞ്ഞുങ്ങളെ ഇതിൻ്റെയൊക്കെ പേര് കേട്ടോ. ആരാ എന്തു അതൊക്കെ നല്ലപോലെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഇനി ഹൂ ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെന്റ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത് ആരാ നോക്കിയേ? ഫഹിനാബായി. കേട്ടോ, ബഹിനാബായി, അതുപോലെ തന്നെ സൊയ്റാബായി. 2 ബായിമാരുടെ കൂടിയാണ് മഹാരാഷ്ട്രയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത്. പേര് മറക്കല്ലേ കുഞ്ഞുങ്ങളെ, ഫഹിനാബായും സൊയ്റാബായും. ഇനി ഹു ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെന്റിന്റെ കാശ്മീർ. കാശ്മീരിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയതാരാ? ലാൽ ദേദ് എന്നാ കേട്ടോ. DED എന്ന് വെച്ചാൽ ഡെഡ് എന്നൊന്നും വായിക്കില്ല കുഞ്ഞില്ല, ദേദ്, ലാൽ ദേദ് കേട്ടോ. ഏതൊക്കെയാന്ന് ഓർത്തോണേ, ഇത് 1 വേർഡിന് ചോദിക്കുന്നതാണ്. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയാണ് മീരാബായി. അതുപോലെ തമിഴ്നാട്ടിലെ പ്രശസ്തരായ ഭക്തകവിമാരാണ് കാരക്കൽ അമ്മയാനും ആണ്ടാളും. അതൊക്കെ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞതാ. ഇനി വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇനി അടുത്തത് മഹാരാഷ്ട്രയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത് 2 ഭായിമാരായിരുന്നു, ഫഹിനാബായും സൊയ്റാബായും കേട്ടോ. അടുത്തത് കാശ്മീരിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത് ലാൽ ദേദ് കേട്ടോ. DED ആണ് ദേദ് കേട്ടോ. ലാൽ ദേദ്. ഓക്കെ ആണല്ലോ അത്രയും. അടുത്ത നോക്കിയ കുഞ്ഞുങ്ങളെ, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാം?
കേട്ടോ. റിസൾട്ട് ഓഫ് ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാന ഫലങ്ങൾ 4 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചോദ്യമാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടായി. ഒന്നാമത്തെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെയാണ്. സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങളുണ്ടായി. ജാതി വ്യവസ്ഥയും പ്രത്യേക സ്ഥാനമാനങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു. സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെട്ടു. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ രൂപപ്പെട്ടു. അധ്വാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തി. അനാചാരങ്ങൾക്കെതിരെ ചിന്താഗതി രൂപപ്പെട്ടു. സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങളുണ്ടായി. ജാതി വ്യവസ്ഥയും പ്രത്യേക സ്ഥാനമാനങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു. സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെട്ടു. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ രൂപപ്പെട്ടു. അധ്വാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തി. അനാചാരങ്ങൾക്കെതിരായ ചിന്താഗതി രൂപപ്പെട്ടു. ആ 6 പോയിന്റും ചെറിയ പോയിന്റായിട്ടോ. അത് നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്തിൽ ഇഷ്ടപ്പെട്ട ഞാൻ ഈ 6 പോയിന്റ് തരുന്നത് നിങ്ങൾക്ക് അതിനകത്തിൽ വായിക്കുമ്പോൾ ഞങ്ങൾക്കത് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു 5 പോയിന്റ് എടുത്ത് പഠിക്കണം കേട്ടോ. ഞാൻ ഈ തരുന്നത് അതുപോലെ ഇത് കുത്തിയിരുന്ന് പഠിക്കണമെന്നല്ല. നിങ്ങൾക്ക് ഇതിനകത്ത് വായിപ്പോൾ നോക്കുക. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ രൂപപ്പെട്ടു. അധ്വാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തി. ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അത് 5 പോയിന്റ് എഴുതുക. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ഫലങ്ങളാണ് കുഞ്ഞുങ്ങളെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിക്കേ. ഇംഗ്ലീഷ് 3 പോയിന്റേ ഉള്ളൂ. ദ മൂവ്മെന്റ് was able to bring about progressive change to the India social and religious sphere. The concept of a social equality began to emerge. The idea of equality between men and women was thought about, able to educate people about the greatness of occupation. കണ്ടോ, അതുപോലെ തന്നെ എഴുതി പഠിക്കണം കേട്ടോ. അതിനകത്തിൽ 3 പോയിന്റേ ഉള്ളൂ, നമുക്ക് ചുരുക്കാൻ പറ്റത്തില്ല. ദ മൂവ്മെന്റ് വാസ് ഏബിൾ ടു ബ്രിങ് അബൌട്ട് പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ഐഡിയ സോഷ്യൽ ആൻഡ് റിലീജിയസ് സ്ഫിയർ. ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാളിറ്റി ബിഗാൻ ടു എംപ്റ്റി. ദ ഐഡിയ ഓഫ് ഇക്വാളിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ വാസ് തോട്ട് അബൌട്ട് ഏബിൾ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഒക്കുപ്പേഷൻ. അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമ്മൾ പഠിക്കാനുള്ള കുഞ്ഞിലെ എന്താണ് സൂഫിസം. ഓരോന്നിനെ കുറിച്ച് ഓർത്ത് വെച്ചേക്കണേ. സൂഫിസം എന്നാൽ എന്താ? ഹൂ വെയർ ദ സൂഫീസ്? ആരാ കുഞ്ഞുങ്ങളെ ഈ സൂഫീസ്? സൂഫിസം ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെന്റ് വിച്ച് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. സൂഫീസ് വെയർ ദോസ് ഹു അക്സെപ്റ്റഡ് ഭക്തി ആസ് ദ മീൻസ് ടു അപ്രോച്ച് ഗോഡ്. നമ്മുടെ മധ്യേഷ്യയിലുണ്ടല്ലോ, എവിടെ ഇത്? സെൻട്രൽ ഏഷ്യ, മധ്യ ഏഷ്യയിൽ അവിടുത്തെ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇത് ഓരോ സ്ഥലത്തെ മുമ്പ് നമ്മളേതാ എവിടെ ആയിരുന്നു കുഞ്ഞുങ്ങളെ? അത് ആദ്യത്തെ ഒക്കെ എവിടെ ആയിരുന്നു? ഏത് സ്ഥലം? നോർത്തേൺ അല്ലേ? ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഹോവർ ദ സൂഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട കാണാൻ പറ്റുന്നുണ്ടോ? രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനത്തിനെയാണ്. അത് 1 മാർക്കിന് ചോദിക്കാം. ഏത് സ്ഥലത്താണ് ഇത് രൂപം കൊണ്ടത് കേട്ടോ? എവിടാണ്? മധ്യ ഏഷ്യയിലാണ് സൂഫിസം കണ്ടത് കേട്ടോ. സൂഫിസം. ഓക്കെ. അടുത്തത്, വാട്ട് ഐഡിയ ഡിഡ് ദ സൂഫീസ് എംഫസൈസ്? അടുത്ത ചോദ്യമാണ്. സൂഫി പ്രസ്ഥാനം ഏതെല്ലാം ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. നമ്മൾ സൂഫീസ് വന്നല്ലോ, മധ്യ ഏഷ്യയിലെ സൂഫിസം ഏതെല്ലാം ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഓരോ ഐഡിയകൾ വരുമ്പോൾ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എംഫസൈസ് വാസ് ഗിവൺ ടു ദ കൺസെപ്റ്റ് ഓഫ് മൊണോത്തിസം. നമ്മൾ മൊണോത്തിസം നേരത്തെ ഒന്ന് കൊണ്ടുവന്നായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി, ഹ്യൂമാനിറ്റി ആൻഡ് ഡിവോഷൻസ് ടു ഗോഡ്. ഏകദൈവ വിശ്വാസം എന്ന് വെച്ചാൽ മൊണോത്തിസം, മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി എന്ന് വെച്ചാൽ സാഹോദര്യം, പിന്നെ ഹ്യൂമനിറ്റി മനുഷ്യസ്നേഹം, ഹ്യൂമാനിറ്റി അല്ലേ? ഹ്യൂമാനിറ്റി എന്ന് വെച്ചാൽ മനുഷ്യസ്നേഹം. അതുപോലെ ആൻഡ് ഡിവോഷൻ ടു ഗോഡ്, നമ്മൾ ദൈവത്തോടുള്ള ഒരു സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയെന്നാണ്. സൂഫിസത്തെക്കുറിച്ചാണ്. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾ സൂഫീസിൻ്റെ ഐഡിയാസിൽ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ നെയിം ദ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് സൂഫീസ്. സൂഫികളുടെ താമസ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? സൂഫികളുടെ താമസ സ്ഥലത്തിന് പറയുന്ന പേര് നോക്കിയോ കുഞ്ഞുങ്ങളെ? ഖാൻ ഗാഹുകൾ എന്നാണ്.
ദ ഖാൻഗാഹ്. ആ സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ പഠിച്ചോണേ, 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്തത് സൂഫീസ് ഗുരു ഈസ് നോൺ ആസ്. സൂഫി ഗുരുവിനെ ഏത് പേരിലാണ്, സൂഫികളുടെയൊക്കെ ഗുരു ഉണ്ടല്ലോ, ഗുരുക്കന്മാർ, അവരെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? പീർ. പിറല്ല, പീർ കേട്ടോ, PIR, പിർ. ഓക്കെ ആണല്ലോ. ഇനി ദ സൂഫി ഗുരുവിൻ്റെ, ഈ ഗുരുവുണ്ട്, അവർക്ക് അനുയായികളുമുണ്ട്. ഈ അനുയായികളെ നമ്മൾ മുരീദ് എന്നും വിളിച്ചിരുന്നു. നമ്മൾ സൂഫീസ് ആണ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്. എന്താണ് സൂഫീസ് എന്ന് ഓർത്ത് വെച്ചേക്കണേ. എന്തൊക്കെയായിരുന്നു സൂഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്തൊക്കെയായിരുന്നു സൂഫീസ്? നോക്കിയോ കുഞ്ഞുങ്ങളെ, നമ്മുടെ മധ്യേഷ്യയിലെ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫികൾ എന്ന് പറയുന്നത്. ഈ സൂഫി പ്രസ്ഥാനം ഏതെല്ലാം ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസവും സാഹോദര്യവും മനുഷ്യ സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹവും ഒക്കെ ആയിരുന്നു. ഈ സൂഫികളുടെ താമസ സ്ഥലത്തിന് പറയുന്ന പേര് ഖാൻഗാഹുകൾ എന്നായിരുന്നു. സൂഫികളുടെ ഗുരുക്കന്മാരെ പറയുന്നത് പീർ എന്നായിരുന്നു. പിന്നെ സൂഫികളുടെ ഗുരുക്കന്മാർ, ഈ സൂഫികളുടെയൊക്കെ ഗുരുക്കന്മാരെ പീർ എന്ന് പറയുന്നത് അവർക്ക് അനുയായികളുണ്ട്. അവരുടെ പുറയിൽ എടുത്തും കൊടുക്കാനും അങ്ങനെയൊക്കെ അവരെ മുരീദ് എന്നാണ് വിളിച്ചിരുന്നത്. 12 സെക്ട് ഓഫ് സൂഫീസ് വെയർ നോൺ ആസ് സിൽസില എന്നും പറയുന്നുണ്ട്. സിൽസില, അതൊന്ന് എഴുതി വെച്ചേക്കണേ നിങ്ങളെ. 12 സെക്ട് ഓഫ് സൂഫീസിന് പറയുന്ന പേരെന്താന്ന് കേട്ടോ. 12 സെറ്റ് ഓഫ് സൂഫീസിന് പറയുന്ന പേര് സിൽസില. സിൽസില ആ പാട്ടുണ്ടല്ലോ, അതാ ഇല്ലേ. അടുത്ത ദ മേജർ സൂഫീസ് മാസ്റ്റർ ഇൻ ഇന്ത്യ ആൻഡ് ദ റീജിയൻസ് റിലേറ്റഡ് ടു ദം. നമ്മുടെ ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുടെ ബന്ധപ്പെട്ട പ്രദേശങ്ങളും ഏതെല്ലാം? നമ്മൾ ഇന്ത്യയുടെ പ്രധാന സൂഫി വര്യന്മാരെ കുറിച്ചായി നോക്കിക്കേ. ഒന്നാമത്തത് വെറൈറ്റി പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അതാണ് സൂഫി വര്യന്മാർ, അതായത് പ്രൊമിനന്റ് സൂഫി മാസ്റ്ററും അവരേത് പ്രദേശങ്ങളിലാണെന്നോ നോക്കിക്കേ. ഒന്നാമത്തത് ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്രവർദി. അല്ല ബാബുന്നോ ശശിന്നോ അല്ലേ ഔസേപ്പെന്നോ വല്ലോ ആയിരുന്നെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. ഇത് എന്തു ആയതില്ലയോ, പല്ലൂരി തെറിച്ചു പോവുമല്ലോ അല്ലേ, അതോ നാക്കൂരി ഇതൊക്കെ പറയുമ്പോഴത്തേക്ക്. ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്റാവാദി അല്ലേ, എവിടാന്നൊക്കെ? സിൽഹറ്റ്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഡൽഹി. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി, അജ്മർ. എങ്ങനെ ഉണ്ടാ 3 പേരും? പഠിക്കാൻ പറ്റുമല്ലോ? എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഷെയ്ഖ് ഓക്കെ അല്ലേ, ഷെയ്ഖ് 2 ഷെയ്ഖന്മാരും ഒരു ചിസ്തി. ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്രവർദി, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി. ഇത് സിൽഹറ്റ്, ഡൽഹി, അജ്മർ കേട്ടോ. എങ്ങനെയൊക്കെ പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. ഇത് ഞാൻ എഴുതി തരുന്നതല്ല, നമ്മുടെ ടെസ്റ്റിലുള്ളതാണ്. ഞാനായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തിരി കേട്ടോ. അപ്പോൾ അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം സഹായകമായത് എങ്ങനെയാണ്? അടുത്ത ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് നമ്മുടെ ഭക്തി പ്രസ്ഥാനം എങ്ങനെയൊക്കെ സഹായകമായി എന്നാണ് ചോദ്യം. ഹൗ ഡിഡ് ദ ഭക്തി മൂവ്മെന്റ് ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജ്? ഒന്ന്, പ്രൊപ്പഗേറ്റേഴ്സ് യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഈ സൂഫി പ്രചാരകർ ഒരു പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയിരുന്നത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് തന്നെ കാരണമായിരുന്നു. മെനി ഡിവോഷണൽ പോയം വെയർ കമ്പോസ്ഡ് ഇൻ ലാംഗ്വേജ് ലൈക്ക് ഏതൊക്കെയാ? തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം അല്ലേ. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തി കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. Many other literary works in vernacular language were also composed. പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യ കൃതികളും അവരുണ്ടാക്കി. മഹാരാഷ്ട്ര രാമായണ ആൻഡ് അതർ വർക്സ് മഹാഭാരതം, രാമായണ ആൻഡ് അതർ വർക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേരിയസ് റീജിയണൽ ലാംഗ്വേജ്. നമ്മുടെ മഹാഭാരതവും രാമായണം മറ്റും കൃതികളും ഒക്കെ വിവിധ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. 4 പോയിന്റേ ഉള്ളൂ നിങ്ങളെ. പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം എങ്ങനെ സഹായകമായി എന്നാണ് ചോദ്യം. കണ്ടല്ലോ, ചോദ്യം കണ്ടോ? ഇനി അതിൻ്റെ മലയാളമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലോട്ട് തെലുങ്കോ കന്നഡയോ മറാഠിയോ ഒക്കെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ പറ്റുമോ?
എവിടാ മലയാളം ഇംഗ്ലീഷുമായിട്ട് പോലും മലയാളമായിട്ട് ഒക്കുന്നില്ല അല്ലേ? പിന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് തന്നെ കാരണമായി. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തി കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യ കൃതികളും ഉണ്ടായി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഓക്കെ ആണല്ലോ. അടുത്ത 1 മാർക്കിന്റെ ഒരു ചോദ്യം നിങ്ങളെ, വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് റൈറ്റേഴ്സ് ഓഫ് ദ ഉറുദു ലാംഗ്വേജ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. നമ്മുടെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ ആരാണ്? ഉറുദു ഭാഷയിലെ, നമ്മൾ ഓരോ ഭാഷ മുമ്പ് പറഞ്ഞായിരുന്നു, അതിൽ ഉറുദു വന്നിട്ടില്ല, അതാണ് ഇപ്പം അതും വന്നു. ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് അമീർ ഖുസ്രു. എന്താണ്? അമീർ ഖുസ്രു. കേട്ടോ, പേരൊക്കെ പഠിച്ചു വെച്ചേക്കണേ. ഇത് മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷയിലുണ്ടായ പ്രധാന സാഹിത്യ കൃതികളും അവയിലെ രചയിതാവും ആരൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 2-3 കൊല്ലം കൊണ്ടുള്ള പരീക്ഷയിൽ ഇതൊക്കെ വരുന്നുണ്ട്. പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായ പ്രധാന സാഹിത്യ കൃതികളും രചയിതാവും ഏതൊക്കെയാണെന്നാണ്. നമ്മളത് മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. ഒന്ന്, വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ പ്രാദേശിക ഭാഷയാണ് കുഞ്ഞുങ്ങളെ. ലിറ്റററി വർക്ക് എന്ന് വെച്ചാൽ കൃതിയാണ്. ഓതർ എന്ന് വെച്ചാൽ രചയിതാവാണ്. കേട്ടോ. തമിഴിൽ നോക്കിക്കേ 4000 ദിവ്യപ്രബന്ധം തിരുമുറകൾ. 4000 ദിവ്യപ്രബന്ധം തിരുമുറകൾ. അത് ഞാൻ മലയാളം എഴുതിയിട്ടില്ല, പറഞ്ഞ കേട്ടല്ലോ. 4000 ദിവ്യപ്രബന്ധം തിരുമുറകൾ. അത് എനിക്കൊന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു തോന്നുന്നല്ലേ. നോക്കി, അതിൻ്റെ രചയിതാവ് നോക്കിയേ, അൽവാർസും നയനാർസും അല്ലേ. അടുത്തത് കന്നഡയിലാണ് വചനങ്ങൾ. കന്നഡയിൽ വചനാസ് ആരാ നോക്കിയ? ബസവണ്ണ, അക്ക മഹാദേവി, അല്ലാമ പ്രഭു. 3 പേരുണ്ട്. ബസവണ്ണ, അക്ക മഹാദേവി, അല്ലാമ പ്രഭു. അടുത്തത് കന്നഡയിലാണ് ഇപ്പൊ വചനം പറഞ്ഞത് അല്ലേ. ഇനി അടുത്ത ബംഗാളിയാണ് നമ്മുടെ ഗീതാഗോവിന്ദം ഏതാ? ജയദേവയാണ് എഴുതിയത്. ആരാ? ജയദേവയുടെയാണ് ഗീതാഗോവിന്ദം. തെലുങ്ക് ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തത് നോക്കി ആരൊക്കെയാണ്? നോക്കൂ, ഞാൻ നന്നയ്യ, തിങ്കണ്ണ, നന്നയ്യ, തിങ്കണ്ണ, പ്രഗത. കണ്ടോ? മലയാളം താഴെയുണ്ട്. പ്രഗത. ഓക്കെ, നന്നയ്യ, തിങ്കണ്ണ, അത് എരപ്രഗത. കേട്ടോ, തെലുങ്കാണേ. എന്നാലും ഹിന്ദിയിൽ നോക്കൂ നിങ്ങളെ, പത്മാവത് ആരൊക്കെയാണ്? മാലിക് മുഹമ്മദ് ജെയ്സിയാണ് കേട്ടോ. മാലിക് മുഹമ്മദ് ജെയ്സി. അടുത്ത മലയാളത്തിൽ ജ്ഞാനപ്പാന, അതുപോലെ തന്നെ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മുഹിയുദ്ദീൻ മാല. ഇത് 3 എഴുതിയത് പൂന്താനം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ഖാസി മുഹമ്മദ്. ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനം, ആധ്യാത്മ രാമായണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്, മുഹിയുദ്ദീൻ മാല ഖസീം മുഹമ്മദ്. ഇവിടെ ഓരോന്നും പത്മാവത് എഴുതിയത് മാലിക് മുഹമ്മദ് ജെയ്സി. മഹാഭാരതത്തിൻ്റെ ആണെങ്കിൽ ആരൊക്കെയാ? നന്നയ്യ, തിങ്കണ്ണ, എരപ്രഗത. ഗീതാഗോവിന്ദം എഴുതിയത് ജയദേവനാണ്. അതുപോലെ തന്നെ വചനങ്ങൾ ബസവണ്ണ, അക്ക മഹാദേവി, അല്ലാമ പ്രഭു. 4000 ദിവ്യപ്രബന്ധം തിരുമുറകൾ. 4000 പ്രബന്ധം ഇത് ആഴ്വാന്മാരും നയനാർട്സുമാണ് കേട്ടോ. നയനാർട്സ് ഇതൊക്കെ നമ്മൾ മലയാളവും ഇംഗ്ലീഷും എഴുതിയത് കൊണ്ട് നമുക്ക് എളുപ്പം വായിക്കാൻ പറ്റിയില്ലേ, പെട്ടുപോയിനി അല്ലേ. ഇതൊക്കെ വായിക്കൊള്ളാത്ത കുറേ പേരുകളാണ്. ഒക്കാവുന്നതിനെയൊക്കെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇല്ലയോ, അത്രേ പറ്റൂ. നമ്മളെന്തോ ചെയ്യും. അടുത്ത, വാട്ട് വെയർ ദ ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ദ സൊസൈറ്റി ആസ് ദ റിസൾട്ട് ഓഫ് ഭക്തി സൂഫി മൂവ്മെന്റ്? നോക്കൂ നിങ്ങളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സമൂഹത്തിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ഈ സാധനമൊക്കെ നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന് നമ്മൾ പറയത്തില്ലേ ഇല്ലയോ? എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി നോക്കിയേ. റിലീജിയസ് ടോളറൻസ്, മതസഹിഷ്ണുതയുണ്ടായി. ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ,
അല്ലേ? എന്താ ജാതി വിവേചനത്തിനെതിരായ മനോഭാവം ഉണ്ടായി. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മനോഭാവം. ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻസ് ഇമ്പോസ്ഡ് കസ്റ്റംസ് എന്ന് വെച്ചാൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടായി. ഗ്രോത്ത് ഓഫ് ലോക്കൽ ലാംഗ്വേജ്, നമ്മുടെ ഈ പ്രാദേശിക ഭാഷയൊക്കെ ഗ്രോത്ത് ചെയ്യുക, വളരാൻ തുടങ്ങി. ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ് ആൻഡ് ഹാർമണി, സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചു. റിഡ്യൂസിങ് കോൺഫ്ലിക്റ്റ്, ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ, സംഘർഷം കുറച്ച് ആളുകളെ ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 പോയിന്റ് പഠിച്ചു കേട്ടോ. റിലീജിയസ് ടോളറൻസ്, ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻസ് ഇമ്പോസ്ഡ് കസ്റ്റംസ്, ഗ്രോത്ത് ഓഫ് ലോക്കൽ ലാംഗ്വേജ്, ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ് ആൻഡ് ഹാർമണി, റെഡ്യൂസിങ് കോൺഫ്ലിക്റ്റ്, ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ. കേട്ടോ, അതിൻ്റെ മലയാളമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാവും നിങ്ങളെ. വാട്ട് ആർ ദ ഹാൾമാർക്ക് ഓഫ് മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി? മോഡേൺ ഇന്ത്യൻ സൊസൈറ്റിയുടെ അല്ലെ ആധുനിക ഇന്ത്യൻ സമുദായത്തിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാമാണ്? കമ്മ്യൂണൽ ഹാർമണി, സാമുദായിക ഐക്യം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ഈക്വാളിറ്റി, സമത്വം. ഫ്രട്ടേർണിറ്റി, സഹോദര്യം. പ്ലൂറലിസം എന്ന് വെച്ചാൽ ബഹുസ്വരത എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. കമ്മ്യൂണൽ ഹാർമണി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഇക്വാളിറ്റി, ഫ്രട്ടേർണിറ്റി. കേട്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിച്ച കാര്യം. അതായത് ഈ ചാപ്റ്റർ നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് എന്തിനു വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കിക്കേ. നിങ്ങൾ അതെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് സബ്സ്ക്രൈബ് ഹൈപ്പ് തരണേ കുഞ്ഞുങ്ങളെ. എൻ്റെ ചാനൽ എല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട്, പക്ഷേ പകുതി ഇതിനകത്തിൽ വേരിഫിക്കേഷൻ നടത്തിയപ്പം എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് സബ്സ്ക്രൈബും ഹൈപ്പും ഒന്നും തരുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനൊന്നും ചെയ്യല്ലേ, എല്ലാവരും ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഹൈപ്പും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് തരുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ 2ാമത്തെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിനി 3ാമത്തെ ചാപ്റ്ററിൽ കാണാം. എല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.